അസ്സലാമലൈക്കും, നമസ്കാരം. UAE വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് സമയത്തിന് വിസിറ്റിംഗ് വിസ പുതുക്കാത്തതിന്റെ പേരിൽ ഫൈനായി, പിന്നെ അബ്സ്കോണ്ടിംഗ് ആയി, നൂലാമാലകളായി, ഔട്ട് പാസിന് നാട്ടിൽ പോയിട്ട് തിരിച്ച് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റാത്ത വിധം ലൈഫ് ബാൻ കിട്ടിയ ഒരുപാട് മലയാളികൾ ഉണ്ടല്ലേ. അങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിഞ്ഞിരിക്കുക. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതായത് ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചെങ്കിൽ UAE വിസ നിയമങ്ങളെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സംവിധാനങ്ങളാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പിഴ വരും, പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, പ്രയാസങ്ങൾ വരും. ഇതൊക്കെ അറിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് മാഷാ അല്ലാഹ് വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ വരാൻ പോവാൻ ഒരു സീനില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നാട്ടിലെ സാധാരണ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു മലയാളിയെ സംബന്ധിച്ച് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അങ്ങനെ അറിയാൻ പറ്റിക്കൊള്ളുന്നില്ല. പ്രത്യേകിച്ച് ബന്ധുക്കളായ ആളുകള്, സുഹൃത്തുക്കള്, റിലേറ്റീവ്സ് ഒന്നും വിദേശത്തില്ലാത്ത ആളുകൾ കൂടിയാണെങ്കിൽ ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരുണ്ടാവില്ല. അപ്പൊ എന്താ സംഭവിക്കുക? ഇത്തരം പ്രതിസന്ധികൾ വരുന്ന സമയത്ത് മാത്രമേ അവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് അറിയുള്ളൂ. നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചെങ്കിൽ UAE എക്സ്പ്ലെയിൻ എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ ചെയ്യുന്നത് ഇവിടത്തെ കാര്യങ്ങളൊന്നും അറിയാത്ത സാധാരണ മലയാളികൾക്ക് പോലും UAE വിസ സംബന്ധമായും അല്ലാതെയുമുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഫോർമാലിറ്റീസ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ചാനലിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ കമന്റ് ചെയ്യാം. ഓരോ കമന്റിലും ഇൻഷാല്ലാഹ് റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. പൊതുവായി UAE വിസ സംബന്ധമായി നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, UAE ഗൈഡൻസ്. ഈ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് അതുവഴി നിങ്ങൾക്ക് DM വഴി സംശയങ്ങൾ ചോദിക്കാം. നേരെ വിഷയത്തിലേക്ക് വരാം. വിസിറ്റ് വിസയിൽ വരുന്ന ആളുകളെ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇവിടുത്തെ വിസിറ്റിംഗ് വിസയുടെ ഫോർമാലിറ്റീസ് ആണ്. UAE വിസിറ്റിംഗ് വിസ എന്ന സംഭവം ഇവര് ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ വന്ന് ഇവിടെ ടൂറിസം പർപ്പസ്, അതിന്റെ പുറത്ത് എഴുതിയിട്ടുള്ളത് ടൂറിസം വിസ, ടൂറിസ്റ്റ് വിസ എന്നായിരിക്കും. ടൂറിസം പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വിസ ഇവര് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആത്യന്തിക ലക്ഷ്യം ടൂറിസമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ UAEയിലേക്ക് വരുന്ന ആളുകൾക്ക് അവരുടെ കയ്യിൽ റിട്ടേൺ ടിക്കറ്റും അതുപോലെ ഇവിടെ താമസിക്കാനുള്ള ഹോട്ടൽ ബുക്കിംഗിന്റെ ടിക്കറ്റും അതുപോലെ UAEയിലെ 3500 ദിർഹം, നാട്ടിൽ ഏകദേശം 65,000-70,000 രൂപ അവരുടെ കയ്യിലുണ്ടായിരിക്കണം. അതിൽ ക്യാഷ് ആയിട്ട് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് UAE വിസിറ്റിംഗ് വിസയുടെ ആത്യന്തിക ലക്ഷ്യം വിസിറ്റിംഗ് ആണ്, ടൂറിസമാണ്, ജോലിയല്ല. അതുകൊണ്ട് തന്നെ ഈ വിസിറ്റിംഗ് വിസയിൽ ഇവിടെ വന്നിട്ട് ആരെയും ജോലി ചെയ്താൽ, പിടിക്കപ്പെട്ടാൽ അവർക്ക് ഫൈൻ ഉണ്ടാവും. അവരെ കയറ്റി തിരിച്ച് നാട്ടിലേക്ക് തന്നെ കയറ്റി വിടും. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യം പറയട്ടെ. ഇതിന്റെ ലീഗൽ സൈഡുകൾ പറയാം. വിസിറ്റിംഗ് വിസ എന്നത് 2 ടൈപ്പ് വിസിറ്റിംഗ് വിസ ഉണ്ട്. 30 ദിവസത്തെ ഷോർട്ട് ടൈം വിസിറ്റിംഗ് വിസ എന്ന് പറയും. രണ്ടാമത് 60 ദിവസത്തെ ലോങ് ടൈം വിസിറ്റിംഗ് വിസ. ഈ 2 ടൈപ്പ് വിസിറ്റ് ആണ് UAEയിലുള്ളത് പ്രധാനമായിട്ട്. ഇതല്ലാതെ മൾട്ടിപ്പിൾ എൻട്രി എന്നൊരു വിസിറ്റ് ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. അതൊരു ബിസിനസ് പീപ്പിളിന് വേണ്ടിയിട്ടുള്ള ഒരു വിസിറ്റിംഗ് വിസ ആണ്. അപ്പൊ നോർമലി ഞാൻ ഈ പറയുന്ന 2 വിസിറ്റിംഗ് വിസ ഉണ്ട്. ഇനി ഈ 2 ടൈപ്പ് വിസിറ്റിംഗ് വിസ തന്നെ 30 ദിവസത്തെ അതുപോലെ 60 ദിവസത്തെ വിസിറ്റ് വിസ തന്നെ 3 എമിറേറ്റുകളാണ് UAEയിൽ ഇത് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് UAEയിൽ ടോട്ടലി 7 എമിറേറ്റ് ഉണ്ട്, 7 സംസ്ഥാനങ്ങളുണ്ട്. അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ, ഫുജൈറ, അങ്ങനെ 7 എമിറേറ്റുകളുണ്ട്. ഇതില് അബുദാബി എന്ന് പറയുന്നത് UAEന്റെ ക്യാപിറ്റൽ. അബുദാബിയും ദുബായ് എന്ന് പറഞ്ഞാൽ UAEന്റെ ബിസിനസ് ക്യാപിറ്റൽ. നമ്മൾ കൊച്ചി എന്നൊക്കെ കേരളത്തിന്റെ ബിസിനസ് തലസ്ഥാനം കൊച്ചി എന്ന് പറയുന്നത് പോലെയാണ് UAEക്ക് ദുബായ്. ദുബായിൽ വിസിറ്റിംഗ് വിസ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ ഷാർജ എമിറേറ്റിലും വിസിറ്റിംഗ് വിസ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഈ 3 വിസിറ്റിംഗ് ആണ് ഉള്ളത്. നിങ്ങളുടെ കയ്യിൽ വിസിറ്റ് ഉണ്ടെങ്കിൽ നോക്കിയാൽ അറിയാം, ഈ 3-4 വിസിറ്റിംഗ് ആയിരിക്കും നിങ്ങളുടെ കയ്യിലുണ്ടാവുക. ഈ 3 ടൈപ്പ് വിസിറ്റിന് അതിന്റേതായ ഗുണങ്ങളും അതിന്റേതായ സ്പെഷ്യാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നെക്സ്റ്റ് എപ്പിസോഡിൽ അല്ലെങ്കിൽ വരും എപ്പിസോഡിൽ വരെ ബേസിക് ആയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. 3 എമിറേറ്റിലെ വിസിറ്റിംഗ് വിസ ഇവിടെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 30 ദിവസത്തെ വിസിറ്റ് ഉണ്ട്, 60 ദിവസത്തെ വിസിറ്റ് ഉണ്ട്. ഈ നാട്ടിൽ നിന്ന് വിസിറ്റ് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ട്രാവൽസിൽ പോയിട്ട് വിസിറ്റിംഗ് വിസ വേണമെന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് വിസിറ്റ് ഇഷ്യൂ ചെയ്തരും. അതിന് ഒരു ഫീസ് ഉണ്ട്. ഫീസ് കാര്യങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ സ്പോൺസർ ദുബായ് കറാമിയിലുള്ള ബെസ്റ്റ് ചോയ്സ് ട്രാവൽസ് ആണ്. അവരുടെ നമ്പർ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. അവരെ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് കിട്ടും. അല്ലെങ്കിൽ ഏത് ട്രാവൽസിനെ കോൺടാക്ട് ചെയ്താലും മതി. അങ്ങനെ വിസിറ്റിംഗ് വിസയിൽ വരുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഉദ്ദേശിച്ചത് വിസിറ്റിന് ജോലിക്ക് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. ഞാൻ വേറൊരു വീഡിയോയിൽ UAEയിലേക്ക് ജോലി അന്വേഷിച്ച് വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. അതിൽ പ്രധാനമായും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതായത് ഒരാളിപ്പോൾ നാട്ടിൽ നിന്ന് ജോലിക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നേരെ വിസിറ്റ് എടുത്ത് വന്നു ഒരു ജോലി സെറ്റ് ആയിക്കൊള്ളുന്നില്ല. അതിന് കുറച്ച് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊക്കെ ഞാൻ ഇൻഷാല്ലാ വരും എപ്പിസോഡിൽ പറയുന്നതാണ്. UAE വിസ സംബന്ധമായ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കൂടെ കൂടാം. ഒരു UAE ഫാമിലി
യൂട്യൂബ് ഫാമിലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. യൂസ്ഫുൾ ആയിട്ടുള്ള ജോലിക്ക് വരുന്ന ആളുകളാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നാട്ടിൽ നിന്ന് കുറച്ച് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം. വിസിറ്റിന് വരുന്ന പൊതുവായിട്ട് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാവൽ ഏജന്റിനോട് കൺഫേം ചെയ്തിട്ട് എത്ര എമൗണ്ട് ആണ് കയ്യിൽ കരുതേണ്ടത്, അക്കൗണ്ടിൽ മതിയോ ക്യാഷ് ആയിട്ട് വേണമൊക്കെ ട്രാവലുമായി ഏജൻസിയുമായി കൺഫേം ചെയ്യാം. അങ്ങനെ എയർപോർട്ടിൽ നിന്നും ഇവിടുത്തെ UAE എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ വിസിറ്റ് വിസയുള്ള ആളുകൾക്ക് ഒരു ഫ്രീ സിം കിട്ടും. പാസ്പോർട്ട് വെച്ചിട്ട് ഒരു സിം എടുക്കാൻ പറ്റും. ആ സിമ്മിന്റെ കാലാവധി പാസ്പോർട്ട് വിസിറ്റ് വിസയുടെ കാലാവധി എന്നാണോ അതുവരെ ഉണ്ടാവും. അപ്പൊ ആ ഒരു സിം കയ്യിൽ കരുതുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നിങ്ങൾ സ്വന്തമായ നമ്പർ ഉണ്ടാവും എന്നുള്ളതാണ് പ്രത്യേകത. രണ്ടാമതായി, ഇവിടെ വിസിറ്റിൽ വരുന്ന ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോലി ചെയ്യാൻ ഒരിക്കലും അലൗഡ് അല്ല. അതുകൊണ്ട് ജോലി അന്വേഷിക്കാം. പക്ഷെ ഏതെങ്കിലും സ്ഥലത്ത് ജോലി ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഓഫർ ലേബർ ഓഫർ വർക്ക് പെർമിറ്റുള്ള സംഭവം ഉണ്ട്. അത് കിട്ടിയതിന് ശേഷം മാത്രം ജോലിക്ക് കയറാം, അല്ലെങ്കിൽ വലിയ ഫൈൻ ഉണ്ടാവും. അത് അടുത്ത വീഡിയോ വിശദമായി പറയാം. പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇറങ്ങിയ ഉടനെ തന്നെ നിങ്ങളുടെ വിസിറ്റ് വിസയുടെ എക്സ്പയറി ഡേറ്റ് നോട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്നാണ് എക്സ്പയർ ആവുന്നത് നോക്കിയിട്ട് ആ എക്സ്പയറി ഡേറ്റിന്റെ ഉള്ളിൽ തന്നെ എന്തെങ്കിലും പുതുക്കുക, അല്ലെങ്കിൽ നാട്ടിൽ പോവാം. ഓക്കെ, വിസിറ്റ് വിസ പുതുക്കണമെന്നുണ്ടെങ്കിൽ UAE അകത്ത് നിന്ന് പുതുക്കാൻ പറ്റില്ല, പുറത്തേക്ക് പോയിട്ട് പുതുക്കേണ്ടി വരും. അതായത് നിങ്ങൾ 2 മാസത്തെ വിസിറ്റ് വിസയിൽ വന്ന ആള് വീണ്ടും 2 മാസം കൂടി പുതുക്കണമെങ്കിൽ ഇവിടുന്ന് UAE പുറത്ത് ഒമാനിലോ അല്ലെങ്കിൽ നാട്ടിലോ പോയിട്ട് പുതുക്കണം. ട്രാവൽ ഏജൻസിന്റെ അടുത്ത് ഇങ്ങനെ പുതുക്കാനുള്ള സ്പെഷ്യൽ പാക്കേജ് ഉണ്ടാവും. ടിക്കറ്റ്, ഒമാൻ വിസയും ബസ് ടിക്കറ്റൊക്കെ അടക്കം മൊത്തത്തിലുള്ള ഒരു പാക്കേജ് ഉണ്ടാവും. അതുവരെ നിങ്ങൾക്ക് 2 മാസം കൂടി പുതുക്കാം. എപ്പോഴും ചിന്തിക്കുക, വിസിറ്റ് വിസ എക്സ്പയർ ആകുന്നതിന്റെ ഒരു 10 ദിവസം മുന്നെങ്കിലും ട്രാവൽ ഏജന്റിനോട് നിങ്ങൾ അറിയിക്കണം. അപ്പോഴാണ് അവർക്ക് ബസ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. വീണ്ടും 2 മാസം പുതുക്കണമെങ്കിൽ പുറത്ത് പോകണം. നേരെ മറിച്ച് 1 മാസം കൂടി പുതുക്കാനാണെങ്കിൽ പുറത്ത് പോകണ്ട. നിങ്ങൾക്ക് ആരാണോ വിസിറ്റ് വിസ എടുത്തത് അവരോട് പറഞ്ഞാൽ 1 മാസം കൂടി UAE പുറത്ത് പോകാതെ തന്നെ വിസിറ്റ് പുതുക്കി തരും. പിന്നെ ഫൈനിന്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ, വിസിറ്റിംഗ് വിസ എക്സ്പയർ ആയി ആദ്യത്തെ ദിവസം 205, അതായത് ഇപ്പൊ നിങ്ങൾ 30 വിസ വിസിറ്റ് ആണെങ്കിൽ 30 ദിവസം കഴിഞ്ഞ് 31ാമത്തെ ദിവസം ഇവിടുന്ന് പോണില്ലെങ്കിൽ അല്ലെങ്കിൽ വിസിറ്റ് പുതുക്കണില്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ 205 ദിർഹംസ് ആണ് ഫൈൻ. നാട്ടിൽ ഏകദേശം 4500 രൂപയായി. പിന്നെ ബാക്കിയുള്ള ഓരോ ദിവസത്തിനും 50 ദിർഹംസ്, നാട്ടിൽ ഏകദേശം 1100 രൂപയാണ് ഫൈന് വരിക. അപ്പോ ഫൈൻ ആവാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഫൈന് വന്നു കഴിഞ്ഞാൽ ഫൈന് മാത്രം മതിയാവില്ല. ഒരാഴ്ചക്ക് കഴിഞ്ഞാൽ ഈ ഫൈനിന്റെ ഒപ്പം ഫയൽ ബ്ലോക്കാണ് സംഭവം. നിങ്ങൾ വിസിറ്റ് എടുത്തന്ന് ട്രാവൽസ് എന്ത് ചെയ്യും, നിങ്ങൾ വിസിറ്റ് പുതുക്കാതെ ഇവിടെ നിൽക്കുന്ന കാരണത്താൽ നിങ്ങൾ വിസിറ്റ് എടുത്തന്ന ട്രാവൽ ഏജന്റിന്റെ ഫയൽ സർക്കാർ ബ്ലോക്ക് ചെയ്യും. കാരണം നിങ്ങൾ സമയത്ത് പുറത്ത് പോകുക അല്ലെങ്കിൽ വിസിറ്റ് പുതുക്കുക എന്നുള്ളത് ട്രാവൽ ഏജന്റിന്റെ ഉത്തരവാദിത്തമാണ്. അവർ നിങ്ങൾ പുതുക്കണില്ലെങ്കിൽ ട്രാവൽ ഏജന്റിന്റെ ഫയൽ സർക്കാർ ബ്ലോക്ക് ചെയ്യും. അപ്പൊ ആ ട്രാവൽ ഏജന്റ് നിങ്ങളെ ഫയൽ ബ്ലോക്ക് ചെയ്യും. അതിന് അബ്സ്കോണ്ടിങ് എന്ന് പറയും. അബ്സ്കോണ്ടിങ് ആയാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. വിസിറ്റ് പുതുക്കാൻ പറ്റില്ല, നാട്ടിൽ പോകാൻ പറ്റില്ല. അബ്സ്കോണ്ടിങ് റിമൂവ് ചെയ്യണമെങ്കിൽ വലിയ പൈസ, നാട്ടിൽ ഏകദേശം 1 ലക്ഷം രൂപ ആവും. ഇനി അതല്ല, നിങ്ങൾക്ക് അബ്സ്കോണ്ടിങ് ആയ നാട്ടിൽ ഫൈൻ എടുക്കാതെ പോകണമെന്നുണ്ടെങ്കിൽ ഔട്ട് പാസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഔട്ട് പാസിന് പോകാൻ വലിയ പൈസ ഇല്ല. നാട്ടിലൊരു 10,000 രൂപ അതിലുള്ളൂ. പക്ഷേ ഔട്ട് പാസിന് നാട്ടിൽ പോയ ആൾക്ക് തിരിച്ച് UAE ലൈഫ് ടൈം വരാൻ പറ്റില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. അശ്രദ്ധ കാരണം ഇങ്ങനെ തിരിച്ച് UAE വരാൻ പറ്റാതെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സോ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങളാണ്. ഓൾറെഡി 10 മിനിറ്റ് ആയിട്ടുണ്ട് വീഡിയോ. സോ ഞാൻ തൽക്കാലം കൺക്ലൂഡ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾ പറയാം. UAE വിസ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് കൂടാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. കുല്ല ആം വ അൻതും ബിഖൈർ.